ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഓട്ടോമോട്ടീവ് റിവ്യൂവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന വേറെ റിവർ അല്ല കേട്ടോ, റിവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അടിപൊളി സാധനം നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതാ ഈ കാണുന്നതാണ് ഐറ്റം. ഇതാണ് നമ്മുടെ റിവർ ഇന്ത്യ എന്ന് പറയുന്ന അടിപൊളി ഇലക്ട്രിക് സ്കൂട്ടർ. ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പവർ എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും മനസ്സിൽ ആദ്യം വരുന്നത്. തീർച്ചയായിട്ടും പവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം വർത്താണ്. അടിപൊളിയായിട്ട് എടുത്തോ. ആ സാധനം അല്ല ഇത് ഈ കാണുന്ന നമ്മുടെ റിവർ ഇന്ത്യ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ. ഇതാണ് ഇതിൻ്റെ ഓണർ. നമുക്ക് വിശദവിവരങ്ങൾ പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. 1000 കിലോമീറ്റർ തികയുമ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഇപ്പം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാലോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ട് നോക്കിക്കോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചേട്ടനാണ്. നമ്മുടെ ചേട്ടൻ ഇപ്പോൾ പുതുതായിട്ട് എടുത്തിരിക്കുന്ന വണ്ടിയാണ് ഈ റിവർ ഇന്ത്യ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ. നേരത്തെ ഒരുപാട് പെട്രോൾ വണ്ടികളൊക്കെ ഓടിച്ച് തെളിഞ്ഞ ഒരു മനുഷ്യനാണിത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് ഈ വണ്ടി എടുക്കാനായിട്ടുള്ള കാരണമെന്ന്. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളോടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിനി പുള്ളിയോട് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിക് വണ്ടിയിലേക്ക് തിരിയാനുണ്ടായ സാഹചര്യം, എന്താണ് അതിന് വേണ്ട കാരണം എന്ന് പറയുന്നത്? ഞാൻ പൊതുവെ ആക്റ്റീവ, അപ്രീലിയ, ടാസിനോ എന്നീ വണ്ടികളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണ്, എൻ്റെ കയ്യിലുള്ളതാണ്. പക്ഷെ അതെല്ലാം നിലവിൽ പെട്രോള് നമുക്ക് വൻ നഷ്ടമാണ്. കാരണം വെച്ചാൽ എനിക്ക് ഡെയിലി ഒരു 250-300 കിലോമീറ്റർ ഓട്ടമുണ്ട്. കുറഞ്ഞത് 250 കിലോമീറ്റർ ഓട്ടമുണ്ട്. അതുകൊണ്ട് എനിക്കത് മുതലാകുന്നില്ല. 250 രൂപയ്ക്കുള്ള പെട്രോളാണ്. 250 കിലോമീറ്റർ അല്ല, 250 രൂപയ്ക്കുള്ള പെട്രോളിന്റെ കാശ് ഡെയിലി ചിലവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് തിരിഞ്ഞതാണ്. കാര്യം വെച്ചാൽ എനിക്ക് എന്റെ വർക്കിന് ഉപയോഗിക്കാനും വർക്കിന് പോകാനും എല്ലാത്തിനുമുള്ള ഒരു ഉപയോഗം ഇതിൽ നിന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ എനിക്കത് ഞാൻ ഇപ്പൊ എടുത്തിട്ട് 4 ദിവസം ആയിട്ടുള്ളൂ. എനിക്ക് നല്ലൊരു വർത്തായിട്ട് തോന്നുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്രോളിന്റെ നഷ്ടം ഇതിലോട്ട് എനിക്ക് ലാഭമാക്കി തീർക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഡെയിലി ഒരു 85 കിലോമീറ്റർ ഓടും. ആ വണ്ടി ഇത് നിലവിൽ 110 കിട്ടുന്നുണ്ട്. എനിക്ക് അത് ലാഭകരമായിട്ട് തോന്നുന്നു. ബുള്ളറ്റ് ഒക്കെ ഓടിച്ചിട്ടുള്ള ആളാണല്ലോ. നേരത്തെ കുറച്ച് 2 വീലർ, അതായത് സ്കൂട്ടി ടൈപ്പിന്റെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എൻഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, എൻഫീൽഡ് എന്ന് പറയണ്ട, നമ്മൾ സാധാരണ ബൈക്കുകളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ അത് എത്തരത്തിൽ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്നും ആ കാര്യക്ഷമത അത് സാധാ വണ്ടികളൊപ്പം നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടോ? സാധാ വണ്ടികളെ പോലെ തന്നെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? സാധാ വണ്ടിയെക്കാളും നല്ല ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് വണ്ടി എത്ര കിലോമീറ്റർ പോയാലും നമുക്ക് അത് പിടിച്ച് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്കിഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വണ്ടി നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ നിർത്താൻ പറ്റുന്നുണ്ട്. ആക്റ്റീവൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും അത് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ കൈക്ക് ഇണങ്ങിയ രീതിയിൽ തന്നെയാണ് ഇതിന്റെ മാനുഫാക്ചറിംഗ് എന്ന് പറയാം അല്ലേ? നല്ല വണ്ടി വെയിറ്റ് ഉണ്ട്. നമുക്ക് സ്കിഡ് ചെയ്യാനൊന്നും പേടിക്കണ്ട. നമുക്ക് എത്ര മഴയത്തായാലും വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ മതി. ട്രാക്കിംഗ് സിസ്റ്റം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബ്രേക്കിംഗ് വന്നിട്ട് രണ്ടും ഡിസ്ക് ആണല്ലേ? ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് വരുന്നത്. ഡിസ്ക് ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ആണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ദിവസത്തെ ഈ ഒരു വണ്ടിയിലുള്ള യാത്ര കൊണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിൽ നിന്നും? എനിക്ക് യാത്രാസുഖം, നല്ല യാത്രാസുഖമാണ്. നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴുള്ള അതേ യാത്രാസുഖം നമുക്ക് ഈ സ്കൂട്ടറിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കട്ടറിലൊക്കെ വീണാലും നമ്മൾ റോഡിന്റെ ചെറിയ കുഴികളിലൊക്കെ നമുക്ക് നല്ല കാറിന്റെ ഒരു ഫീല് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യാത്രാസുഖം എല്ലാം നല്ല കംഫർട്ടായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ വാഹനം ചാർജ് ചെയ്യാൻ സാധാരണ സ്വാഭാവികമായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്? സാധാരണ ഇലക്ട്രിക് വെഹിക്കിളെ പോലെ തന്നെയാണോ, അതോ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ? ഫാസ്റ്റ് ചാർജിങ് അവർ കമ്പനി പറയുന്നുണ്ട് ഒരു 6 മാസത്തിനകത്ത് ഫാസ്റ്റ് ചാർജിങ് വരും. ഇപ്പോൾ 5.5 മണിക്കൂറാണ് ഫുൾ ചാർജിങ്. 100% ചാർജ് 5.5 മണിക്കൂറാണ്.
5.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ ടെൻഷനൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനായിട്ടുള്ള സ്റ്റേഷനുകളെല്ലാം റെഡി ആയിട്ടുമുണ്ട്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഷോപ്പുണ്ടല്ലേ? ഇപ്പോൾ പാപ്പനംകോടാണ് ഷോപ്പ്. പാപ്പനംകോട് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഷോപ്പ് വന്നിട്ടുള്ളത്. ആദ്യം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ വന്നതിന് ശേഷം നമ്മുടെ കൊച്ചിയിലാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓടി അടിപൊളിയായിട്ട് തെളിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇതാ ഇപ്പോൾ റിവർ ഇൻഡി എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ഇതെന്ന് പറയുന്നതിൽ നിന്നും, അത് മാത്രമല്ല ഞാൻ ഓടിച്ച് നോക്കി. സാധാരണ ഞാൻ ഇലക്ട്രിക് വണ്ടികളൊന്നും ഓടിച്ചിട്ടില്ല. ഈ വണ്ടി ഓടിച്ചപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. വണ്ടി കൊള്ളാം, അടിപൊളിയാണ്. ശരി, അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒന്ന് കാണിക്കാമോ? സ്റ്റോറേജിൽ വേറെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് ഒന്ന് പറയാമോ? സ്റ്റോറേജ് സ്പേസ് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 വലിയ ഹെൽമെറ്റ്, നമ്മുടെ താടിയുള്ള ഹെൽമെറ്റ്, ലോങ് ഹെൽമെറ്റ് 2 ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ആ സ്റ്റോറേജ് സ്പേസ് കൂടെ ഒന്ന് കാണാം. രാത്രി വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ കണക്കിന് നല്ലൊരു ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റോറേജ് സിസ്റ്റം, അല്ല സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പിന്നെ എന്താണ്, ചാർജിങ് പോർട്ടും കാര്യങ്ങളെല്ലാം മറ്റു വണ്ടികളെ പോലെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്, ചാർജിങ് പോർട്ട് ഉണ്ട്. ഇവിടെ ഒന്ന് കാണിക്കും. പിന്നെ നല്ലൊരു ചാർജിങ് പോർട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഒരു മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ മഴ പെയ്താൽ നനയാത്ത രീതിയിൽ കവർ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഓക്കെ, മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിലൂടെ മൊബൈൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഇനി ഒരുപാട് അക്സസറീസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ കൂടി കൊടുത്തുകൊണ്ടാണ് റിവർ ഇൻഡി അടിപൊളിയായിട്ട് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വീണ്ടും കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൂടുതൽ ഓടിച്ചതിന് ശേഷം, അതായത് ഒരു 1000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും സൈനിങ് ഓഫ് ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.